നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന, ഇവിടെ ഉദ്ഘാടനത്തിന് സദയം സമ്മതിച്ച് ഇവിടെ എത്തിച്ചേർന്ന നായർ സർവീസ് സൊസൈറ്റി ഇവിടെ ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ ത്യാഗോ മാസ്റ്റർ, ഈ പ്രദേശത്തിന്റെ, ഈ വാർഡിന്റെ മുനിസിപ്പൽ കൗൺസിലർ ഈ ദാക്ഷായണി, പോസ്റ്റോട്ട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റും നമ്മുടെ അയൽവാസിയുമായ ശ്രീ PU ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പോസ്റ്റോട്ട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ മോഹൻകുമാർ എത്തും എന്ന് പറഞ്ഞത് ഇവിടെ എത്തിയിട്ട് കാണുന്നില്ല. നമ്മുടെ തറവാടിന്റെ അഭിമാന ഭാജനമായ ആചാര്യൻ ശ്രീ AKB, ആധ്യാത്മികാചാര്യൻ ശ്രീ AKB നായർ, വിവിധ തറവാട്ടുകളിൽ നിന്നെത്തിയ നമ്മുടെ അരവന മരുത്ത അച്ഛൻ, മരുത്ത തറവാടിനെ പ്രതിനിധീകരിച്ച ശ്രീ രാധാകൃഷ്ണൻ നായർ, തറവാട്ടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഈ പത്മനാഭൻ നായർ, പാനിക്കൽ തറവാടിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ദാമോദരൻ നായർ, കൊയ്ച്ചേരി തറവാടിനെ പ്രതിനിധീകരിച്ച ദാമോദരൻ നായർ, കർമ്മം നടത്തുന്ന ശ്രീ കുഞ്ഞുണ്ണി മാസ്റ്റർ, അങ്ങനെ പറഞ്ഞാൽ ഒരു 2 ദിവസത്തെ വിശദീകരണം നിന്നാൽ പോലും ഈ സംഗതി പറഞ്ഞു തീരൂല. അതുകൊണ്ട് ഹ്രസ്വമായി അവരുടെ സ്വരൂപം മുതൽ നമുക്ക് തുടങ്ങാം. നീലേശ്വരൻ രാജവംശത്തിന്റെ അനുഗ്രഹാശിസ്സോടുകൂടി ഈ നീലേശ്വരം അവരുടെ സ്വരൂപത്തിൽപ്പെട്ട പ്രദേശമായ നീലേശ്വരം, പടിഞ്ഞാറ്റൻ കൊടുവൽ, കിഴക്കൻ കൊടുവൽ എന്ന 2 കൊടുവൽ ഇവിടെ സംജാതമാകുകയും രാജാവിന് ഭരണത്തിന് സഹായിക്കാൻ വേണ്ടി നായർ തറവാടുകളിൽ നിന്ന് ഓരോ കര അല്ലെങ്കിൽ ഓരോ തറ വീടുകൾ നിർമ്മിക്കുകയും ആ തറ വീടിന്റെ കാരണവന്മാരുടെ കീഴിൽ എല്ലാ കുടുംബങ്ങളും ഒരു കൂരക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്ത മരുമക്കത്തായ സമ്പ്രദായ പ്രകാരമില്ല ഒരു കാലഘട്ടം അരവന തറവാട്ടുകാർ വടക്കൻ ദിക്കുകളിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നു എന്നത് ചരിത്രരേഖ വികൃതമായി പറയുന്നില്ല. എങ്കിലും അതിനുശേഷമാണ് ഉത്തർപ്രദേശ് അതിശക്തമായ യുദ്ധം, അള്ളോനും മന്നോനും എതിരായി കോലത്തിരിയുടെ തന്നെ ഒരു കാര്യസ്ഥനായ കോലത്തിരിയുടെ ഒരു ചാരൻ കുളക്കടവ് വെച്ച് വധിക്കുകയുണ്ടായി എന്നതാണ് ചരിത്ര സൂചി. ഇന്ന് കാണുന്ന ഈ മന്നംപുറത്തുകാവ് വളരെ ഘോര വനമായിരുന്ന ആ സമയത്ത്, ആ കാലത്ത് അങ്ങനെ ഒരു ഘോര യുദ്ധം നടന്ന ഒരു ചരിത്രമുണ്ട്. അങ്ങനെയാണ് മന്നൻ പുറത്ത ആ മന്നോന്റെ രാജവംശം കോലത്തിരിയുടെ സാമന്ത രാജാവാണ് മരുമകൻ. ആ മന്നോൻ കാലങ്ങളിൽ ചർച്ച ചെയ്യുകയും ഇങ്ങനെ ഒരു കുടുംബ സംഗമം നടത്തിയാൽ എന്ത് എന്നുള്ളത് നമ്മുടെ സോമൻ ഇപ്പോൾ ഇവിടുത്തെ വർക്കിംഗ്കാർ ആവേശപൂർവ്വം ഒരു കുടുംബ സംഗമം നടക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. അരവന തറവാട് അതുമാതിരി തന്നെ എല്ലാ മുഴുവൻ തറവാടുകളും 90% നാശത്തിലേക്ക് എത്തി അന്യം നിൽക്കു പോകുന്ന ആ സ്ഥിതിവിശേഷം കടകൾ വന്ന സമയത്താണ് ഓരോ തറവാടിക്കുവാനും പ്രസിദ്ധമായ നാഗാരാധന, ഓരോ തറവാട്ടിനും ഓരോ
നാഗസ്ഥാനമുണ്ട്. ആ നാഗസ്ഥാനത്ത് അരമന തറവാടിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 98% അന്യം നിന്ന് പോയ ഒരു തറവാട്. ഇന്ന് ഈ കാണുന്ന തറവാട് ഭവനം അതിന് ചുറ്റുമുള്ള ഏകദേശം 12ഓളം സെന്റ് സ്ഥലം അന്യം നിന്ന് പോയ തറവാട് ഭവനോടെ കെട്ടിപ്പോക്കുകയും ചെയ്തു. എല്ലാ തറവാടുകളിലും കൊട്ടിലകം എന്നൊരു ഉണ്ട്. അവിടെ ഒരു സ്തംഭ പ്രതിഷ്ഠയാണ് ഉണ്ടാവുന്നത്. അതുപോലെ കുടുംബ മേളക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ചും ധർമ്മങ്ങളുടെയും മുഴുവൻ ആശീർവാദവും പ്രാർത്ഥിച്ചും കൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീ വി രാഘവൻ മാസ്റ്ററെ ക്ഷണിച്ചുകൊണ്ട്